Hi, friends. Once again, welcome back and have a good day. Now, we are going through our seventh unit, that is Writing for Professional Purposes, first part. In the last class, we had a detailed discussion about reviews and case studies. സെവൻത്ത് യൂണിറ്റായ റൈറ്റിംഗ് ഫോർ പ്രൊഫഷണൽ പേർപ്പസസ് ഫസ്റ്റ് പാർട്ട് എന്ന ചാപ്റ്ററിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. റിവ്യൂസ് ആൻഡ് കേസ് സ്റ്റഡീസ് എന്ന പാർട്ടിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കഷൻ നടത്തിയിരുന്നത്. ടുഡേ ഇൻ ദിസ് സെഷൻ ഐ എം ഗോയിങ് ടു ഗിവ് യു എ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് റിപ്പോർട്ട് ആൻഡ് റിവ്യൂ. ഒരു പെർട്ടിക്കുലർ ഓഡിയൻസിന് വേണ്ടി ക്ലിയർ പേർപ്പസോടുകൂടി വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി എഴുതിയുണ്ടാക്കുന്നതാണ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം അനലൈസ് ചെയ്യുകയും അതിന് ആവശ്യമായ സ്പെസിഫിക് ഇൻഫർമേഷൻസും എവിഡൻസും എല്ലാം പ്രസൻറ്റ് ചെയ്യുകയും എല്ലാം റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കും. എ റിപ്പോർട്ട് ഈസ് റിട്ടൺ ഫോർ എ ക്ലിയർ പേർപ്പസ് ആൻഡ് ടു എ പെർട്ടിക്കുലർ ഓഡിയൻസ്. Specific information and evidence are presented, analyzed, and applied to a particular problem. It is presented in a structured format, making use of sections and headings. ഒരു പെർട്ടിക്കുലർ ഫോമാറ്റിലാണ് എപ്പോഴും റിപ്പോർട്ട് ഉണ്ടായിരിക്കുന്നത്. സ്ട്രക്ചറൽ ഫോമാറ്റ് ഉണ്ടായിരിക്കും, സെക്ഷൻസ് ഉണ്ടായിരിക്കും, ഓരോ സെക്ഷൻസിനും പെർട്ടിക്കുലർ ഹെഡിങ്സ് ഉണ്ടായിരിക്കും. ആൻഡ് while writing a report, we are given instructions or guidelines, the purpose, audience and the problem, specific requirement for format. ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു റിപ്പോർട്ട് എഴുതുമ്പോൾ ഉണ്ടായിരിക്കും. അത് എഴുതാനുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും, അതിൻ്റെ പേർപ്പസ്, ഓഡിയൻസ് ആൻഡ് ഏതാണ് ആ പ്രോബ്ലം, എന്ത് പ്രോബ്ലത്തിന് വെച്ചിട്ടാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഉണ്ടായിരിക്കണം. സ്പെസിഫിക് റിക്വയർമെൻറ്റ് ഫോർ ഫോമാറ്റ്, ഏത് ഫോമാറ്റിലാണ് നമ്മൾ എഴുതേണ്ടത് എന്നുള്ളതെല്ലാം നമുക്ക് തന്നിരിക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഐ എം റിപ്പീറ്റിംഗ്, റിപ്പോർട്ട് ഈസ് റിട്ടൺ ഫോർ എ ക്ലിയർ പേർപ്പസ് ആൻഡ് ടു എ പെർട്ടിക്കുലർ ഓഡിയൻസ്. സ്പെസിഫിക് ഇൻഫർമേഷൻ ആൻഡ് എവിഡൻസ് ആർ പ്രസൻറ്റഡ്, അനലൈസ്ഡ് ആൻഡ് അപ്ലൈഡ് ടു എ പെർട്ടിക്കുലർ പ്രോബ്ലം. ഇറ്റ് ഈസ് പ്രസൻറ്റഡ് ഇൻ എ സ്ട്രക്ചേർഡ് ഫോമാറ്റ്, മേക്കിംഗ് യൂസ് ഓഫ് സെക്ഷൻസ് ആൻഡ് മീനിങ്സ്. ഇവിടെ റിപ്പോർട്ട് എഴുതാൻ ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് എ റിപ്പോർട്ട് എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ, ടൈറ്റിൽ പേജ് ബ്രീഫ്ലി ഡിസ്ക്രൈബ്സ് ദ പേർപ്പസ് ഇൻ ദ ടൈറ്റിൽ പേജ്. ഇറ്റ് ഷുഡ് ഇൻക്ലൂഡ് യുവർ നെയിം, ദ ഡേറ്റ് ആൻഡ് ഫോർ ഹൂം ഇറ്റ് ഈസ് റിട്ടൺ. നിങ്ങളുടെ ടൈറ്റിൽ പേജിൽ നിങ്ങളുടെ പേർപ്പസ് ബ്രീഫായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിരിക്കണം, യുവർ നെയിം ആൻഡ് ദ ഡേറ്റ് ഉണ്ടായിരിക്കണം, ദെൻ ഓഡിയൻസ്, ആർക്ക് വേണ്ടിയാണ് എഴുതുന്നത് എന്നും ടൈറ്റിൽ പേജിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. നെക്സ്റ്റ്, ടേംസ് ഓഫ് റെഫറൻസ്. നെക്സ്റ്റ് സ്ട്രക്ചർ അല്ലെങ്കിൽ നെക്സ്റ്റ് ഫീച്ചറാണ് ടേംസ് ഓഫ് റെഫറൻസ്. ആൻഡ് ഇറ്റ് ഷോസ് ഓഡിയൻസ് ദ പേർപ്പസ് ആൻഡ് ദ മെത്തേഡ്സ്. നിങ്ങളുടെ ടേംസ് ഓഫ് റെഫറൻസിൽ ഓഡിയൻസ്, പേർപ്പസ്, മെത്തേഡ്സ് ഇതിനെല്ലാം കാണിക്കണം. നെക്സ്റ്റ് വൺ, അബ്സ്ട്രാക്റ്റ്. Abstract briefly describes the contents of the report. Actually, റിപ്പോർട്ടിൻ്റെ കണ്ടൻറ്റ് ബ്രീഫായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത് അബ്സ്ട്രാക്റ്റിലായിരിക്കും. ആൻഡ് ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ദ എയിംസ് ആൻഡ് ദ പേർപ്പസ്. ഇറ്റ് ഷുഡ് നോട്ട് ബി മോർ ദാൻ ഹാഫ് ഓഫ് എ പേജ് ആൻഡ് ഇറ്റ് ഗിവ്സ് ക്ലിയർ ഓവർവ്യൂ ഓഫ് ദി റിപ്പോർട്ട്. ഒരു റിപ്പോർട്ടിനെ കുറിച്ച് ഒരു ക്ലിയർ ഓവർവ്യൂ ഉണ്ടായിരിക്കും. ഹാഫ് ഓഫ് എ പേജിൽ കൂടുതലാവാൻ പാടില്ല. And it should contain the aims of that report. Right. Next വരേണ്ടത് ടേബിൾ ഓഫ് കണ്ടൻസ്. ഇതിൽ ലിസ്റ്റ് ദ ചാപ്റ്റേഴ്സ് വിത്ത് പേജ് നമ്പേഴ്സ്. പേജ് നമ്പേഴ്സ് കൊടുക്കണം, ചാപ്റ്റേഴ്സിൻ്റെ പേരും ലിസ്റ്റ് ചെയ്യണം ടേബിൾ ഓഫ് കണ്ടൻസിൽ. നെക്സ്റ്റ് സ്ട്രക്ചറിൽ വരുന്നത് ഇൻട്രോഡക്ഷൻ. ടേബിൾ ഓഫ് കണ്ടൻറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റിപ്പോർട്ടിൽ കൊടുക്കേണ്ട നെക്സ്റ്റ് ഫീച്ചറാണ് ഇൻട്രോഡക്ഷൻ. And it sets the scene for the main body. It aims the objectives should be explained. Any problems or limitations mentioned. Description of research method, parameters of research, etc. should be included.
ഒരു മെയിൻ ബോഡിയിലേക്കുള്ളൊരു സ്റ്റാർട്ടിംഗ് ആണ്, തുടക്കമാണ് ഇൻട്രോഡക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ എയിംസും ഓബ്ജക്റ്റീവ്സും എല്ലാം നമ്മൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. എന്തെങ്കിലും പ്രോബ്ലംസോ ലിമിറ്റേഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ ഇൻട്രോഡക്ഷനിൽ മെൻഷൻ ചെയ്തിരിക്കണം. ദെൻ റിസർച്ച് മെത്തേഡ്സ് എങ്ങനെയാണ്, നമ്മുടെ റിസർച്ചിൻ്റെ പാരാമീറ്റേഴ്സ് എങ്ങനെയാണ് എന്നൊക്കെയുള്ളത് ഇൻട്രോഡക്ഷനിൽ പറഞ്ഞിരിക്കണം. ഇതാണ് ഇൻട്രോഡക്ഷൻ്റെ മെയിനായ കാര്യങ്ങൾ. ഇൻട്രോഡക്ഷന് ശേഷം നമ്മൾ കൊടുക്കേണ്ടത് മെത്തേഡ്സ് എന്നുള്ള പാർട്ടാണ്. നെക്സ്റ്റ് ഫീച്ചർ മെത്തേഡ്സ്. ആൻഡ് മെത്തേഡ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? ലിസ്റ്റ് ഓഫ് ഇക്വിപ്മെൻറ്റ്സ് യൂസ്ഡ്, പ്രൊസീജിയേഴ്സ് ഫോളോവ്ഡ്, പ്രോബ്ലംസ് എൻകൗണ്ടേർഡ്, ഇതെല്ലാം മെത്തേഡ്സിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ യൂസ് ചെയ്ത ഇക്വിപ്മെൻറ്റ്സിൻ്റെ ലിസ്റ്റ്, നമ്മൾ അത് ചെയ്യാൻ ആ കാര്യം പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്വീകരിച്ച വഴികൾ, അത് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്ത പ്രോബ്ലംസ്, അതെല്ലാം മെത്തേഡ്സിൽ കൊടുത്തിരിക്കണം. നെക്സ്റ്റ് ഫീച്ചറിൽ പറയേണ്ടത് റിസൾട്ട്സ്. ഈ മെത്തേഡ്സും ഇൻട്രോഡക്ഷനും മെത്തേഡ്സും എല്ലാം പറഞ്ഞതിന് ശേഷം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട നെക്സ്റ്റ് ഫീച്ചറാണ് റിസൾട്ട്. ആൻഡ് ഇറ്റ് ഷോസ് ദ റിസൾട്ട്സ് വിത്ത് നെസസറി ഡയഗ്രംസ്, ഗ്രാഫ്സ് ആൻഡ് ടേബിൾസ്. റിസൾട്ടിലാണ് ആവശ്യമുള്ള ഡയഗ്രംസ്, ഗ്രാഫ്സ്, ടേബിൾസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത്. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ കം ടു ദ ഡിസ്കഷൻ. നെക്സ്റ്റ് പോയിൻ്റ് ഡിസ്കഷനാണ്. ദ മെയിൻ ബോഡി ഈസ് ദ ഡിസ്കഷൻ. ഡിസ്കഷൻ എന്ന് പറയുന്നത് റിപ്പോർട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടാണ്. മെയിൻ ബോഡി ഈസ് ദ ഡിസ്കഷൻ. ദ ഫാക്ട്സ് ആൻഡ് എവിഡൻസ് ഷുഡ് ബി അനലൈസ്ഡ് ആൻഡ് അറേഞ്ച് ദ തിങ്സ് ഇൻ എ ലോജിക്കൽ വേ. ഇവിടെ ഫാക്റ്റും എവിഡൻസും എല്ലാം നിർബന്ധമായിട്ട് നമ്മൾ അനലൈസ് ചെയ്തിരിക്കണം. കാരണം ഡിസ്കഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മെയിൻ ബോഡിയാണ് ഡിസ്കഷൻ. ആൻഡ് അറേഞ്ച് ദ തിങ്സ് ഇൻ എ ലോജിക്കൽ വേ. നമ്മുടെ കാര്യങ്ങളെല്ലാം, റിപ്പോർട്ടിലുള്ള കാര്യങ്ങളെല്ലാം ലോജിക്കലി നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കണം. ആഫ്റ്റർ ദ ഡിസ്കഷൻ ഇറ്റ് വിൽ കം ടു ദ പോയിൻ്റ് ഓഫ് കൺക്ലൂഷൻ. നെക്സ്റ്റ് ഫീച്ചറാണ് കൺക്ലൂഷൻ. ആൻഡ് കൺക്ലൂഷൻ സേയ്സ് വാട്ട് ആർ ദ മോസ്റ്റ് സെൻട്രൽ ഇഷ്യൂസ് ഓർ ഫൈൻഡിങ്സ്. നിങ്ങൾ കണ്ടെത്തിയ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള സെൻട്രൽ ഇഷ്യൂസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ ഫൈൻഡിങ്സ് എന്തൊക്കെയാണ് എന്ന് പറയേണ്ടത് കൺക്ലൂഷനിലാണ്. ആഫ്റ്റർ ദാറ്റ് അപ്പൻഡൈസസ്. അപ്പൻഡൈസസിൽ എന്തൊക്കെയാണ് വരുന്നത്? ടേബിൾസ്, ഗ്രാഫ്സ്, ക്വസ്റ്റ്യനെയേഴ്സ്, സർവേസ് ഓർ ട്രാൻസ്ക്രിപ്റ്റ്സ് കം ഹിയർ. അപ്പൻഡൈസസിലാണ് എന്തെങ്കിലും ടേബിൾസ്, നിങ്ങളുടെ റിപ്പോർട്ടിൽ ടേബിൾസ് ഉണ്ടെങ്കിൽ, ഗ്രാഫ്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ക്വസ്റ്റ്യനെയേഴ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കൊടുക്കേണ്ടത് അപ്പൻഡൈസസിലാണ്. ആഫ്റ്റർ ദാറ്റ് ബിബ്ലിയോഗ്രഫി. ബിബ്ലിയോഗ്രഫിയിൽ എന്തൊക്കെ വരും? ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ ലിസ്റ്റ് ദ ഓതേഴ്സ്. നിങ്ങളുടെ റിപ്പോർട്ടിൻ്റെ ഓതേഴ്സ് ആരൊക്കെയാണെന്ന് ആൽഫബറ്റിക്കൽ ഓർഡറിൽ നിങ്ങൾ കൊടുത്തിരിക്കണം. ആൻഡ് വാട്ട് സ്റ്റൈൽ ഇസ് ടു ബി ഫോളോവ്ഡ് ഇസ് ഷോൺ എൽസ്വേർ ഇൻ ദിസ് ബുക്ക്. നിങ്ങൾ എഴുതിയ റിപ്പോർട്ടിൽ ഏത് സ്റ്റൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നും കൊടുക്കണം. ആഫ്റ്റർ ദാറ്റ് യു വിൽ ഹാവ് ടു ഷോ ദ അക്നോളജ്മെൻറ്റ്സ്. അക്നോളജ്മെൻറ്റ് കാണിക്കണം. ഹിയർ വി മെൻഷൻ ദ നെയിംസ് ഓഫ് പീപ്പിൾ ഓർ ഓർഗനൈസേഷൻസ് ദറ്റ് ഹാവ് ഹെൽപ്ഡ് ആൻഡ് പ്രൊവൈഡഡ് ഇൻഫർമേഷൻ ഓർ അഡ്വൈസ്. അക്നോളജ്മെൻറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് കൊടുക്കുക? നമ്മളെ ഹെൽപ്പ് ചെയ്യുകയോ ഈ ഒരു ഓർഗനൈസേഷനിലേക്ക് വേണ്ടി നമുക്ക് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുകയോ അഡ്വൈസ് തരികയോ ഒക്കെ ചെയ്ത ആളുകളുണ്ടെങ്കിൽ, സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അവരുടെയൊക്കെ പേരുകൾ ഇവിടെ മെൻഷൻ ചെയ്യണം. അക്നോളജ്മെൻറ്റ്സിൽ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. ലാസ്റ്റ് ഫീച്ചർ ഓർ സ്ട്രക്ചറാണ് ഗ്ലോസറി ഓഫ് ടെക്നിക്കൽ ടേംസ്. ഈ ഒരു സ്ട്രക്ചറിൽ നിങ്ങൾ കൊടുക്കേണ്ടത്, പ്രൊവൈഡ് ചെയ്യേണ്ടത്, യു ഹാവ് ടു ഗിവ് ക്ലിയർ ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ടെക്നിക്കൽ ടേംസ്, അക്രോണിംസ്, അബ്രിവേഷൻസ് ആൻഡ് സോ ഓൺ. എന്തെങ്കിലും അബ്രിവേഷൻസ് ഉണ്ടെങ്കിൽ, ഷോർട്ട് ഫോംസ്, എക്രോണിംസ് ഒക്കെ ഉണ്ടെങ്കിൽ, ടെക്നിക്കൽ ടേംസ് ഒക്കെ നിങ്ങൾ ഈ റിപ്പോർട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ കൊടുക്കേണ്ടത് ഗ്ലോസറി ഓഫ് ടെക്നിക്കൽ ടേംസ് എന്ന ലാസ്റ്റ് പാർട്ടിലാണ്. ഇത്രയുമാണ് ഒരു റിപ്പോർട്ടിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഐ എം റിപ്പീറ്റിംഗ്. എ റിപ്പോർട്ട് ഈസ് റിട്ടൺ ഫോർ എ ക്ലിയർ പർപ്പസ് ആൻഡ് ടു എ പെർട്ടിക്കുലർ ഓഡിയൻസ്. Specific information and evidence are presented, analyzed and applied to a particular problem. And it is presented in a structured format making use of sections and headings.
And while writing a report, we are given instructions, the purpose, audience, and the problem, then specific requirement for format. And there are some features of the report and the structure of a report. Mainly title page, terms of reference, abstract, table of contents, introduction, methods, results, discussion, conclusion, appendices, bibliography, acknowledgements, and glossary of technical terms. Now, let me move into the subtopic of types of reports. Reports are generally of three types. First one, recommendation report. Second one, evaluation report. And third one, feasibility report. ഇങ്ങനെ 3 തരത്തിൽ ജനറലി 3 ടൈപ്സ് റിപ്പോർട്ട്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. റെക്കമെൻഡേഷൻ റിപ്പോർട്ട്, ഇവാലുവേഷൻ റിപ്പോർട്ട് ആൻഡ് ഫീസിബിലിറ്റി റിപ്പോർട്ട്. ഇത് മൂന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, റെക്കമെൻഡേഷൻ റിപ്പോർട്ട്സ്. എന്താണ് റെക്കമെൻഡേഷൻ റിപ്പോർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്ന് കരുതുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി, ഏതെങ്കിലും ഒരു പ്ലാൻ, ഇനി ഓർഗനൈസേഷൻസ്, ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണോ, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ റെക്കമെൻഡേഷന് വേണ്ടി പറയും. അങ്ങനെ നമ്മുടെ റിപ്പോർട്ട് റൈറ്റർ റെക്കമെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് 2 അതിലധികമോ വസ്തുക്കളെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ സെലക്ട് ചെയ്യും. ഇങ്ങനെയുള്ള റിപ്പോർട്ടിനെയാണ് റെക്കമെൻഡേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. റെക്കമെൻഡേഷൻ റിപ്പോർട്ട് കമ്പയർസ് 2 or more options like any products, properties, plans or organizations like that, and against requirements, and then makes recommendations. The recommendation may be to choose one or more than one to meet different needs or none at all. നമ്മുടെ റെക്കമെൻഡേഷൻ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ഒരുപാട് ആവശ്യങ്ങൾക്കായിട്ട് ഒന്നിൽ കൂടുതലോ റിപ്പോർട്ടുകൾ റെക്കമെൻഡ് ചെയ്തെന്നിരിക്കും. ചില സമയത്തൊന്നും റെക്കമെൻഡ് ചെയ്തില്ല എന്നും ഇരിക്കും. അതെല്ലാം നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ചാണ്. ഇങ്ങനെ നമ്മുടെ റിക്വയർമെൻറ്റ്, നമ്മുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്ന റിപ്പോർട്ടാണ് റെക്കമെൻഡേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഐ എം റിപ്പീറ്റിംഗ്. റെക്കമെൻഡേഷൻ റിപ്പോർട്ട് കമ്പയർസ് 2 or more options against requirements and then makes recommendations. The recommendation may be to choose one or more than one to meet different needs. Okay. This is what is a recommendation report. Second one, evaluation report. ഈ പേരിൽ തന്നെയുണ്ട് എന്താണ് റിപ്പോർട്ടെന്ന്. ഇവാലുവേഷൻ മീൻസ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നന്നായിട്ട് പഠിച്ച് ഇവാലുവേറ്റ് ചെയ്ത് അതിനെ അനലൈസ് ചെയ്ത് നന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുന്ന റിപ്പോർട്ടാണിത്. ഇവാലുവേഷൻ റിപ്പോർട്ട് കമ്പയർസ് ഇൻഡിവിജ്വൽ പ്രോഡക്ട്സ്, plans, programs, properties, organizations, etc. against requirements and makes an evaluative judgment whether it met its expectations or whether it is good or useful. നമ്മുടെ ഏതെങ്കിലും പ്രോഡക്ട്സോ പ്ലാൻസോ പ്രോഗ്രാംസോ എന്തെങ്കിലും പ്രോപ്പർട്ടീസോ ഓർഗനൈസേഷൻസിനെയോ ഇങ്ങനെയൊക്കെ കമ്പയർ ചെയ്ത് അവയൊക്കെ നമ്മുടെ ആവശ്യങ്ങൾക്ക് പറ്റുന്നതാണോ, നമ്മുടെ ആവശ്യങ്ങൾക്ക് നല്ലതാണോ, യൂസ്ഫുൾ ആണോ എന്നൊക്കെ കാണിക്കുന്നതാണ് ഇവാലുവേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആൻഡ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ച ശേഷം, നന്നായി സ്റ്റഡി ചെയ്ത ശേഷം നൽകുന്നൊരു ഒപ്പീനിയനാണ് ഇവാലുവേഷൻ റിപ്പോർട്ട്. ഇറ്റ് ഗിവ്സ് എ സ്റ്റഡീഡ് ഒപ്പീനിയൻ ഓൺ ദ വർത്ത് ഓഫ് സംതിങ്. ആക്ച്വലി ദിസ് ഇസ് ഇവാലുവേഷൻ റിപ്പോർട്ട്. ഒന്നുകൂടെ പറയാം. Evaluation report compares individual products, plans, programs, properties, organizations against requirements and makes an evaluative judgment. എന്താണ്, നമ്മൾ ഇതിനെയൊക്കെ കമ്പയർ ചെയ്തതിന് ശേഷം ഒരു ഇവാലുവേറ്റീവ് ജഡ്ജ്മെൻറ്റ് ഉണ്ടാക്കുകയാണ്. വെദർ ഇറ്റ് മെറ്റ്സ് ഇറ്റ്സ് എക്സ്പെക്റ്റേഷൻസ് ഓർ വെദർ ഇറ്റ് ഈസ് ഗുഡ് ഓർ യൂസ്ഫുൾ. നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഇതിന് ഉയരാൻ പറ്റുന്നുണ്ടോ, ഇത് നല്ലതാണോ, യൂസ്ഫുൾ ആണോ എന്നൊക്കെ നമ്മൾ
ജഡ്ജ് ചെയ്യുകയാണ്. ഇങ്ങനെയുള്ള റിപ്പോർട്ടിനെയാണ് ഇവാലുവേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഗിവ്സ് എ സ്റ്റഡീഡ് ഒപ്പീനിയൻ ഓൺ ദി വർത്ത് ഓഫ് സംതിങ്. കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചതിന് ശേഷം നൽകുന്ന ഒരു അഭിപ്രായമാണിത്, ഒരു ഒപ്പീനിയനാണ് ഇവാലുവേഷൻ റിപ്പോർട്ട്. തേർഡ് വൺ, feasibility report. And you know what is feasibility report? You know, it makes an evaluative judgment as to whether a project is possible or worthwhile. ഒരു പ്രോജക്റ്റ് പോസിബിൾ ആണോ, അത് യൂസ്ഫുൾ ആണോ എന്നെല്ലാമാണ് ഫീസിബിലിറ്റി റിപ്പോർട്ട് പറയുന്നത്. ഇറ്റ് സേസ് ഇഫ് എ പ്രോജക്റ്റ് ഇസ് പ്രാക്ടിക്കൽ, ടെക്നിക്കലി, സോഷ്യലി, ഇക്കണോമിക്കലി, അഡ്മിനിസ്ട്രേറ്റീവ്ലി ആൻഡ് എൻവയൺമെൻ്റലി. ടെക്നിക്കലി, സോഷ്യലി, ഇക്കണോമിക്കലി, അഡ്മിനിസ്ട്രേറ്റീവ്ലി, എൻവയൺമെൻ്റലി ഒക്കെ പ്രാക്ടിക്കലാണോ, പ്രായോഗികമാണോ എന്നാണ് ഈ റിപ്പോർട്ട് കാണിക്കുന്നത്. ഇറ്റ് സ്റ്റഡീസ് എ സിറ്റുവേഷൻ ആൻഡ് എ പ്ലാൻ ഫോർ ഡൂയിങ് സംതിങ്. ഇറ്റ് ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻ ഷുഡ് വി ഇംപ്ലിമെൻറ്റ് പ്ലാൻ എക്സ്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്കൊരു പ്ലാൻ ഉണ്ടെന്ന് വിചാരിക്കുക, പ്ലാൻ എക്സ് അല്ലെങ്കിൽ വൈ. പ്ലാൻ വൈ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ ദ ആൻസേഴ്സ് ക്യാൻ ബി യെസ്, നോ ഓർ മേ ബി. ഇറ്റ് ടെൽസ് ദ റീസൺ ഫോർ ദ റെക്കമെൻഡേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ റിപ്പോർട്ട്. ഈ റെക്കമെൻഡേഷനുള്ള റീസൺ, കാരണം എന്താണെന്ന് പറയുന്നുണ്ട് ഈ റിപ്പോർട്ട്. ഓക്കെ, ആക്ച്വലി ഒരു പ്രോജക്റ്റ് പോസിബിൾ ആണോ, അത് നമുക്ക് യൂസ്ഫുൾ ആണോ എന്ന് കാണിക്കുന്ന തരം റിപ്പോർട്ടാണ് ഫീസിബിലിറ്റി റിപ്പോർട്ട്. It makes an evaluative judgment as to whether a project is possible or worthwhile. ഒരു പ്രോജക്റ്റ് പോസിബിൾ ആണോ, നമുക്ക് യൂസ്ഫുൾ ആണോ, വർത്ത് വൈൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന, എന്ന് നമുക്ക് തരുന്ന റിപ്പോർട്ടാണ് ഫീസിബിലിറ്റി റിപ്പോർട്ട്. ഇറ്റ് സേസ് if a project is practical, technically, socially, economically, administratively and environmentally. സാമൂഹികമായിട്ടും സാങ്കേതികമായിട്ടും സാമ്പത്തികമായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ്ലി ഭരണപരമായിട്ടും എൻവയൺമെൻ്റലി ഒക്കെ നമുക്കത് പ്രായോഗികമാണോ, പ്രാക്ടിക്കലാണോ എന്നാണ് ഈ റിപ്പോർട്ട് കാണിക്കുന്നത്. ആൻഡ് യു നോ ഇറ്റ് ടെൽസ് ദ റീസൺ ഫോർ ദ റെക്കമെൻഡേഷൻ. റെക്കമെൻഡേഷൻ തരാനുള്ള റീസൺ എന്താണെന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കും. ആൻഡ് ദിസ് ഈസ് ഓൾ അബൌട്ട് ടൈപ്സ് ഓഫ് റിപ്പോർട്ട്സ്. Now, let me provide informations about one important report, that is progress report. എന്താണ് പ്രോഗ്രസ് റിപ്പോർട്ട്? ഒരു സൂപ്പർവൈസർക്കോ അസോസിയേറ്റിനോ കസ്റ്റമർക്കോ ഒരു പ്രോജക്റ്റിൻ്റെ പ്രോഗ്രഷൻ കാണിച്ചുകൊണ്ട് നമ്മൾ എഴുതുന്ന റിപ്പോർട്ടാണ് പ്രോഗ്രസ് റിപ്പോർട്ട്. You write a progress report to inform a supervisor, associate or customer about progress you have made on a project over a certain period of time. ഒരു certain period of ടൈമിൽ നിങ്ങളുടെ പ്രോജക്റ്റിനുണ്ടാവുന്ന അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള പ്രോഗ്രഷൻ ഒരു കസ്റ്റമറിനെയോ സൂപ്പർവൈസറിനെയോ അസോസിയേറ്റിനെയോ ഒക്കെ അറിയിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് പ്രോഗ്രസ് റിപ്പോർട്ട്. എപ്പോഴാണ് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് എഴുതുന്നത്? സാധാരണയായിട്ടൊരു പ്രോജക്റ്റ് തീരേണ്ട സമയത്ത് തീരാതിരുന്നാൽ 3-4 മാസത്തിനുള്ളിലായിട്ട് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് എഴുതാറുണ്ട്. A progress report is written when it takes well over 3 or 4 months to complete a project. And in the progress report, you can explain how much of the work is complete, what part of the work is currently in progress, what work remains to be done, what problems have arisen, and how the project is going in general. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ കാണിക്കണം. എത്രമാത്രം ജോലി കംപ്ലീറ്റ് ആയി കഴിഞ്ഞു, വർക്കിൻ്റെ ഏതൊക്കെ പാർട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനി എന്തൊക്കെയാണ് റിമൈനിങ് വർക്ക് എന്ന് പറയുന്നത്, എന്തെങ്കിലും പ്രോബ്ലംസ് അവിടെ ഉണ്ടായിട്ടുണ്ടോ, പൊതുവേ ഈ ഒരു വർക്ക്, ഈ ഒരു പ്രോജക്റ്റ് ജനറലി എങ്ങനെ മുന്നോട്ട് പോകുന്നു, ഹൗ ദ പ്രോജക്റ്റ് ഈസ് ഗോയിങ് ഇൻ ജനറൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്
ഒരു സൂപ്പർവൈസർക്കോ അസോസിയേറ്റിനോ കസ്റ്റമർക്കോ ഒക്കെ ഒരു പ്രോജക്റ്റിൻ്റെ പ്രോഗ്രഷൻ കാണിച്ചുകൊണ്ട് എഴുതുന്ന റിപ്പോർട്ടാണ്. റൈറ്റ്. സാധാരണയായിട്ടൊരു പ്രോജക്റ്റ് തീരേണ്ട സമയത്ത് തീരാതിരുന്നാൽ 3-4 മാസത്തിനുള്ളിലൊക്കെ ആയിട്ടാണ് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് എഴുതാറുള്ളത്. പ്രോഗ്രസ് റിപ്പോർട്ട് is to inform a supervisor, associate or customer about progression you have made on a project over a certain period of time. And it is written when it takes well over 3 or 4 months to complete a project. Okay. ഇനി നമ്മുടെ പ്രോഗ്രസ് റിപ്പോർട്ടിന് ചില ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഉണ്ട്. പ്രോഗ്രസ് റിപ്പോർട്ട്സ് ഹാവ് സെവറൽ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ്. First one, reassuring recipients you are making progress and soon it will be completed. നിങ്ങളുടെ റെസിപ്പിയൻസിനെ നിങ്ങൾക്ക് റീഅഷ്വർ ചെയ്യണം, ബോധ്യപ്പെടുത്തണം നിങ്ങളുടെ പ്രോജക്റ്റ് നന്നായിട്ട് പ്രോഗ്രഷൻ ഉണ്ട്, അത് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. ആൻഡ് പ്രൊവൈഡ് ദ റെസിപ്പിയൻസ് വിത്ത് ദ ലേറ്റസ്റ്റ് സിറ്റുവേഷൻ ഓൺ ദി പ്രോജക്റ്റ്. പ്രോജക്റ്റിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം, ഡീറ്റെയിൽസ് എല്ലാം, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളുടെ റെസിപ്പിയൻസിനെ നിങ്ങൾ അറിയിക്കണം. അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് ഗിവ് ദ റെസിപ്പിയൻസ് എ ചാൻസ് ടു ഇവാലുവേറ്റ് യുവർ വർക്ക്. നിങ്ങളുടെ വർക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ റെസിപ്പിയൻസിന് സിറ്റുവേഷൻ കൊടുക്കണം, ചാൻസ് കൊടുക്കണം. ആൻഡ് ഗിവ് യു എ ചാൻസ് ടു ഡിസ്കസ് എനി പ്രോബ്ലംസ് ഇൻ ദ പ്രോജക്റ്റ് വിത്ത് ദ റെസിപ്പിയൻറ്റ്. റെസിപ്പിയൻസുമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതേപ്പറ്റി ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരിക്കണം. ഫൈനലി ഫോഴ്സ് യു ടു എസ്റ്റാബ്ലിഷ് എ വർക്ക് ഷെഡ്യൂൾ സോ ദാറ്റ് യു ക്യാൻ കംപ്ലീറ്റ് ദ ജോബ് സൂണർ. നിങ്ങൾക്ക് തന്നെ ഒരു വർക്ക് ഷെഡ്യൂള് വെച്ചിട്ട് വർക്ക് ഷെഡ്യൂളിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ കാര്യക്ഷമതയോട് കൂടിയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ പറ്റും. ഇതൊക്കെ പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ആണ്. ഐ എം റിപ്പീറ്റിംഗ്, ദർ ആർ സം important functions of progress reports, and they are reassuring recipients you are making progress and soon it will be completed, provide the recipients with the latest situation on the project, give the recipients a chance to evaluate your work, give the chance to discuss any problems in the project with the recipient, and it will establish a work schedule so that you can complete the job sooner. Okay, all these are important functions of progress report. Next നമ്മൾ types of progress reportsലേക്ക് നോക്കുകയാണെങ്കിൽ we can see there are 3 types of progress reports: memo, letter and formal report. 3 തരം പ്രോഗ്രസ് റിപ്പോർട്ട്സ് ആണ് നമുക്ക് ജനറലി കാണാൻ പറ്റുന്നത്: മെമ്മോ, ലെറ്റർ ആൻഡ് ഫോമൽ റിപ്പോർട്ട്. മെമ്മോ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഓർഗനൈസേഷനകത്ത് നിന്ന് തന്നെ എഴുതുന്ന ഒരു ചെറിയ ഇൻഫോർമൽ ആയിട്ടുള്ള എഴുത്തിനെയാണ് മെമ്മോ എന്ന് പറയുന്നത്. മെമ്മോ ഈസ് എ ഷോർട്ട് ഇൻഫോർമൽ ലെറ്റർ ടു സംവൺ വിത്തിൻ യുവർ ഓർഗനൈസേഷൻ. നിങ്ങളുടെ ഓർഗനൈസേഷനകത്ത് നിന്ന് തന്നെ എഴുതുന്ന ചെറിയ ഇൻഫോർമൽ ആയിട്ടുള്ള എഴുത്തിനെയാണ് മെമ്മോ എന്ന് പറയുന്നത്. എന്നാൽ സെക്കൻഡ് ടൈപ്പ് ലെറ്റർ എന്ന് പറഞ്ഞാലോ, ഓർഗനൈസേഷന് പുറത്ത് ഒരാൾക്ക് എഴുതുന്ന ഒരു ചെറിയ ഇൻഫോർമൽ ആയിട്ടുള്ള എഴുത്താണ്. ലെറ്റർ ഇസ് എ ഷോർട്ട് ഇൻഫോർമൽ റിപ്പോർട്ട് ടു സംവൺ ഔട്ട്സൈഡ് യുവർ ഓർഗനൈസേഷൻ. ലാസ്റ്റ് വൺ, ഫോമൽ റിപ്പോർട്ട്. എന്താ ഫോമൽ റിപ്പോർട്ട്? ഓർഗനൈസേഷന് പുറത്ത് നിന്ന് ഒരാൾക്ക് എഴുതുന്ന ഫോമലായിട്ടുള്ള വളരെ ലോങ് ആയിട്ടുള്ള ഒരു എഴുത്തിനെയാണ് ഫോമൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഫോമൽ റിപ്പോർട്ട് ഇസ് എ ലോങ് ഫോമൽ റിപ്പോർട്ട് ടു സംവൺ ഔട്ട്സൈഡ് യുവർ ഓർഗനൈസേഷൻ. ഇങ്ങനെ 3 തരത്തിലുള്ള പ്രോഗ്രസ് റിപ്പോർട്ട്സ് ആണുള്ളത്. 3 ടൈപ്സ് പ്രോഗ്രസ് റിപ്പോർട്ട്സ് ആർ ദർ: മെമ്മോ, ലെറ്റർ ആൻഡ് ഫോമൽ റിപ്പോർട്ട്. ഓക്കെ, ഐ എം റിപ്പീറ്റിംഗ്. മെമ്മോ ഇസ് എ ഷോർട്ട് ഇൻഫോർമൽ ലെറ്റർ to someone within your organization. Letter is a short informal report to someone outside your organization. A long formal report to someone outside your organization is formal report. Okay. അടുത്തതായിട്ട്
പ്രോഗ്രസ് റിപ്പോർട്ട്സിനെ ഓർഗനൈസ് ചെയ്യാനുള്ള പാറ്റേൺസിനെ ഒന്ന് നോക്കാം. ഓർഗനൈസേഷണൽ പാറ്റേൺസ് ഫോർ പ്രോഗ്രസ് റിപ്പോർട്ട്സ്. പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ റെസിപ്പിയൻസ് എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു പ്രോജക്റ്റ് എത്രമാത്രം തീർന്നോ, എന്താണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, പൊതുവെ പ്രോജക്റ്റ് എങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യുന്നത് എന്നൊക്കെയാണ്. ദ റെസിപ്പിയൻറ്റ് ഓഫ് ദി പ്രോഗ്രസ് റിപ്പോർട്ട് wants to see what you have done on the project, what you are going on now, and what you plan to work on next, and how the project is progressing in general. ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് 2 ഓർഗനൈസേഷണൽ സ്ട്രാറ്റജീസ് കമ്പൈൻ ചെയ്യാണ് ചെയ്യുന്നത്. ടു റിപ്പോർട്ട് ദിസ് ഇൻഫർമേഷൻ യു കമ്പൈൻ 2 ഓർഗനൈസേഷണൽ സ്ട്രാറ്റജീസ്. ഏതൊക്കെയാണ്? ടൈം പീരീഡ്സ് ആൻഡ് പ്രോജക്റ്റ് ടാസ്ക് ഓർ റിപ്പോർട്ട് ടോപ്പിക്സ്. ടൈം പീരീഡ്സും റിപ്പോർട്ട് ടോപ്പിക്സും അല്ലെങ്കിൽ ടൈം പീരീഡ്സും പ്രോജക്റ്റ് ടാസ്കും കൂടെ കമ്പൈൻ ചെയ്യാണ് ഇത്തരം കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ടൈം പീരീഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടൈം പീരീഡ്സ് പ്രോഗ്രസ് റിപ്പോർട്ട് യൂഷ്വലി സമ്മറൈസസ് ദ വർക്ക് വിത്തിൻ വർക്ക് അക്കംപ്ലിഷ്ഡ് ഇൻ ദ പ്രിസീഡിംഗ് പീരീഡ്സ്. കഴിഞ്ഞ കാലങ്ങളിൽ പ്രിസീഡിംഗ് പീരീഡ്സിൽ നടന്ന തീർത്ത ജോലികളെക്കുറിച്ച്, വർക്കിനെ കുറിച്ച് പറയും. അതുപോലെ വിത്തിൻ വർക്ക് കറൻ്റ്ലി ഡൺ, ദ വർക്ക് വിത്തിൻ കറൻ്റ്ലി ഡൺ, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളെക്കുറിച്ച് പറയും. ആൻഡ് ദ വർക്ക് വിത്തിൻ ദ വർക്ക് ഫോർ നെക്സ്റ്റ് പീരീഡ്, ഇനി ചെയ്യാനുള്ള ബാക്കിയുള്ള ജോലികളെക്കുറിച്ച് അതെപ്പോൾ തീരും എന്നൊക്കെയുള്ള വിവരങ്ങൾ. ഇതൊക്കെയാണ് ടൈം പീരീഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പിന്നെ നിങ്ങൾ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് എഴുതുമ്പോൾ അതിൻ്റെ പാറ്റേൺ ചെയ്യേണ്ടത് ഇൻട്രോഡക്ഷനും ബോഡി ഓഫ് ദി പ്രോഗ്രസ് റിപ്പോർട്ടുമാണ്. ഇൻട്രോഡക്ഷനിൽ എന്തൊക്കെയാണ് വേണ്ടത്? യു റിവ്യൂ ദ ഡീറ്റെയിൽസ് ഓഫ് പ്രോജക്റ്റ് പേർപ്പസ്, സ്കോപ്പ് ആൻഡ് ആക്ടിവിറ്റീസ്. ഇതൊക്കെ ഇൻട്രോഡക്ഷൻ ഉണ്ടായിരിക്കണം. പിന്നെ അതിലെന്തൊക്കെ ഇൻക്ലൂഡ് ആയിരിക്കും? പേർപ്പസ് ഓഫ് ദി പ്രോജക്റ്റ്, സ്പെസിഫിക് ഓബ്ജക്റ്റീവ്സ് ഓഫ് ദി പ്രോജക്റ്റ്, സ്കോപ്പ് ഓഫ് ദി പ്രോജക്റ്റ്, ലിമിറ്റ്സ് ഓഫ് ദി പ്രോജക്റ്റ്, date the project began, date the project is scheduled to be completed, people or organization working on the project, people or organization for whom the project is done, audience, then overview of the contents of the progress report. പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ കണ്ടൻറ്റിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ, ഒരു വീക്ഷണം. ഇതൊക്കെയാണ് ഇൻട്രോഡക്ഷനിൽ ഉണ്ടായിരിക്കേണ്ടത്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ഇൻട്രോഡക്ഷൻ എഴുതുമ്പോൾ എന്തൊക്കെ ഉണ്ടാവണമെന്നുള്ളത്. ആഫ്റ്റർ ദാറ്റ് ബോഡി ഓഫ് ദി പ്രോഗ്രസ് റിപ്പോർട്ട്. ഇൻട്രൊഡക്ഷന് ശേഷം നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ മെയിൻ പാർട്ടാണ് ബോഡി ഓഫ് ദി പ്രോഗ്രസ് റിപ്പോർട്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് എ സമ്മറി ഓഫ് ദി വർക്ക് കംപ്ലീറ്റഡ്, ദ വർക്ക് ഇൻ പ്രോഗ്രസ്, ദ വർക്ക് ഇൻ കമ്മിങ് അപ്പ് ആൻഡ് ആൻ ഓവറോൾ അസസ്മെൻറ്റ് ഓഫ് ദി പ്രോജക്റ്റ്. എല്ലാം അതിലുണ്ടായിരിക്കണം. ഇറ്റ് ഓൾസോ ഹാസ് ഷെഡ്യൂൾസ്, ഔട്ട്ലൈൻസ്, ഡ്രോയിങ്സ്, എക്സ്പെൻസസ്, റിപ്പോർട്ട്സ് ആൻഡ് കൺക്ലൂഷൻ. ഇതെല്ലാം ബോഡി ഓഫ് ദി പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണം. ആൻഡ് ദിസ് ഈസ് ഓൾ അബൌട്ട് ഓർഗനൈസേഷണൽ പാറ്റേൺസ് ഫോർ പ്രോഗ്രസ് റിപ്പോർട്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രോഗ്രസ് റിപ്പോർട്ട്സിനെ കുറിച്ച് പറയാനുള്ളത്. ആൻഡ് ഐ തിങ്ക് എ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻസ് അബൌട്ട് റിപ്പോർട്ട്സ്, ടൈപ്സ് ഓഫ് റിപ്പോർട്ട്സ് ആൻഡ് an important one, പ്രോഗ്രസ് റിപ്പോർട്ട് എല്ലാം ക്ലിയർ ആയിട്ട് ഇൻഫർമേഷൻസ് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നൗ ലെറ്റ് മീ മൂവ് ഇൻ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ദറ്റ് ഈസ് സർവേസ്. എന്താണ് സർവേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി സർവേ ഈസ് എ ടൈപ്പ് ഓഫ് ഡിറക്റ്റ് ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ഇൻ വിച്ച് യു ഡയറക്ട്ലി ഒബ്സർവ് ആൻഡ് റെക്കോർഡ് എന്നതാണ്. നമ്മളിപ്പോൾ പൊതുജനങ്ങളിൽ നിന്നൊക്കെ നേരിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നത്, സ്വീകരിക്കുന്നതും രേഖപ്പെടുത്തുന്നതും നേരിൽ കാണുന്നതൊക്കെയുള്ള വിവരങ്ങളാണ് സർവേ എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ച് അതിൻ്റെ ആൻസേഴ്സായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് സർവേ എന്ന് പറയുന്നത്. സർവേയുടെ ഒരു പ്രധാനപ്പെട്ട പാർട്ടാണ് ക്വസ്റ്റ്യനെയർ. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഡിറക്റ്റ് ഇൻഫർമേഷൻ ഗ്യാതറിങ്. ഇൻഫർമേഷൻസ് ശേഖരിക്കാൻ വേണ്ടിയുള്ള ചോദ്യാവലിയാണ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിൽ കൂടി ആൾക്കാരുടെ അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും സ്ഥിതി വിവരക്കണക്കുകളുമൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്.
In the questionnaire, you can gather people's opinions, preferences, demographic data through in-person, print, or electronic means. For example, if you're a member of a recycling action group, you may send out questionnaires to find out what other people think about recycling. ക്വസ്റ്റ്യനെയറിനൊരു എക്സാമ്പിൾ പറയുന്നത്, നിങ്ങളൊരു റീസൈക്ലിംഗ് ഗ്രൂപ്പിലെ മെമ്പർ ആണെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് ക്വസ്റ്റ്യനെയേഴ്സ് അയച്ചു കൊടുത്തിട്ട് അവരുടെ റീസൈക്ലിങ്ങിനെ പറ്റിയുള്ള ഒപ്പീനിയൻസ് നിങ്ങൾക്ക് ചോദിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ്. ആൻഡ് ദിസ് ഈസ് അബൌട്ട് സർവേ. സർവേ ഈസ് എ ടൈപ്പ് ഓഫ് ഡയറക്റ്റ് ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ഇൻ വിച്ച് യു ഡയറക്ട്ലി ഒബ്സർവ് ആൻഡ് റെക്കോർഡ്. നിങ്ങൾ ഡയറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യുകയും റെക്കോർഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ ഗ്യാതറിംഗ് മെത്തേഡാണ് സർവേ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സർവേക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യനേഴ്സ് എങ്ങനെ ഡിസൈൻ ചെയ്യാം? റൈറ്റിംഗ് എൻ ഇഫക്റ്റീവ് സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ എ വൈറ്റൽ പാർട്ട് ഓഫ് കണ്ടക്ടിങ് എ സർവേ. ഒരു സർവേ നടത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ ക്വസ്റ്റ്യനേഴ്സ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. വെൻ ഡിസൈനിങ് യുവർ ക്വസ്റ്റ്യനെയോ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലിമിറ്റ് ദ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് സോ ദാറ്റ് ദ റെസ്പോണ്ടൻറ്റ് ക്യാൻ ആൻസർ ദം ക്വിക്ക്ലി. നിങ്ങളുടെ ചോദ്യങ്ങളുടെ നമ്പർ എപ്പോഴും ലിമിറ്റ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് ലോങ് ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ഒരു ആക്യുറേറ്റ് റിപ്ലൈ നിങ്ങൾക്ക് കിട്ടില്ല. ലോങ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് വിൽ നോട്ട് ഗെറ്റ് ആക്യുറേറ്റ് റിപ്ലൈസ്. ഇത് നിങ്ങൾ ക്വസ്റ്റ്യനെയർ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു കാര്യം, കീപ് ക്വസ്റ്റ്യൻസ് ക്ലിയർ ആൻഡ് സിമ്പിൾ ആൻഡ് നോട്ട് ടു പേഴ്സണൽ. നല്ല ക്ലിയർ ആയിരിക്കണം, പേഴ്സണലായ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാതിരിക്കുക. അതേപോലെ ബാലൻസ് ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഓപ്പൺ ക്വസ്റ്റ്യൻസ്. പിന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യനേഴ്സ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ക്ലാസ്മേറ്റിനോടോ ഫ്രണ്ടിനോടോ ഒക്കെ ചോദിച്ചിട്ട് അതിലുള്ള തെറ്റുകളുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തണം. Try the sample on a classmate before you actually give out the questionnaire to others. Correct any shortcomings before the questionnaire is issued to others. അവസാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഡോണ്ട് ആസ്ക് അൺനെസസറി ക്വസ്റ്റ്യൻസ്. ഒരിക്കലും ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കാൻ പാടില്ല. ഇത്രയൊക്കെ ശ്രദ്ധിക്കണം നിങ്ങൾ നല്ല ക്വസ്റ്റ്യനെയർ ഡിസൈൻ ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ക്വസ്റ്റ്യനേഴ്സിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്തൊക്കെയാണെന്നാണ്. ക്വസ്റ്റ്യനേഴ്സ് ഹാവ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓവർ പേഴ്സണൽ ഇൻ്റർവ്യൂസ്. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? വളരെ പെട്ടെന്ന് കൂടുതൽ ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്നു എന്നുള്ളതൊരു വലിയ അഡ്വാൻറ്റേജാണ്. ഇൻഫർമേഷൻ ക്യാൻ ബി ഗോട്ട് ഫ്രം മോർ പീപ്പിൾ മോർ ക്വിക്ക്ലി. മറ്റൊരു അഡ്വാൻറ്റേജാണ് ഇൻഫർമേഷൻ ക്യാൻ ഗെറ്റ് ഗോട്ട് ഫ്രം പീപ്പിൾ ഹു ആർ ഫാർ എവേ ഓർ ഡിഫിക്കൽട്ട് ടു റീച്ച്. ഒരുപാട് ദൂരെയുള്ള ആളുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റും. മറ്റൊരു അഡ്വാൻറ്റേജാണ് ദ റെസ്പോണ്ടൻസ് വിൽ ഹാവ് ടൈം ടു തിങ്ക്. നിങ്ങൾക്ക് ചോദ്യത്തിന് ഉത്തരം തരുന്ന ആളുകൾക്ക് നന്നായിട്ട് ചിന്തിക്കാനുള്ള സമയം കിട്ടുന്നു എന്നുള്ളതാണ്. മറ്റൊരു അഡ്വാൻറ്റേജാണ് ദ ഇൻ്റർവ്യൂവേഴ്സ് ടോൺ ആൻഡ് ഫേഷ്യൽ എക്സ്പ്രഷൻസ് മേ ഇൻഫ്ലുവൻസ് ദ റെസ്പോണ്ടൻസ് ആൻസേഴ്സ്. നിങ്ങളുടെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസും ടോണുമൊക്കെ ഉത്തരം തരുന്ന ആളിനെ സ്വാധീനിച്ചെന്നിരിക്കും. എന്നാൽ അത് ക്വസ്റ്റ്യൻസിൽ ഒരിക്കലും അത് സംഭവിക്കില്ല എന്നുള്ളത് മറ്റൊരു അഡ്വാൻറ്റേജാണ്. ദെൻ ദ കോസ്റ്റ് ഇസ് ലെസ്. ചിലവ് വളരെ കുറവാണ് എന്നുള്ളതും ക്വസ്റ്റ്യനെയറിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. എന്നാൽ ചെറിയ ചെറിയ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട് ഈ ക്വസ്റ്റ്യനെയേഴ്സിന്. എന്തൊക്കെയാ? Those who have strong opinions will be eager to respond, but those with moderate views may not be so eager. വളരെ സ്ട്രോങ് ആയിട്ടുള്ള അഭിപ്രായമുള്ളവരായിരിക്കും കൂടുതലും റെസ്പോണ്ട് ചെയ്യുന്നത്. മറ്റുള്ള ആളുകൾ വളരെ മോഡറേറ്റ് ആയ ലെവലിലുള്ള ആളുകളൊന്നും പ്രതികരിച്ചു എന്ന് വരില്ല. പിന്നെയോ ദ ക്വസ്റ്റ്യനെയർ ഡസ് നോട്ട് അലൗ എ ലോജിക്കൽ പ്രോഗ്രസ്. ചോദ്യാവലിയിൽ ഒരിക്കലും ലോജിക്കൽ പ്രോഗ്രഷൻ നിലനിർത്താൻ എളുപ്പമല്ല. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജാണ് ഗെറ്റിംഗ് റിപ്ലൈസ് ഫ്രം ദ റെസ്പോണ്ടൻസ് മേ ടേക്ക് ലോങ്ങർ ടൈം ദാൻ ഇൻ്റർവ്യൂസ് എന്നുള്ളതാണ്. ഒരുപാട് സമയം ഉത്തരം ലഭിക്കാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കും എന്നുള്ളതാണ് മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇത്രയുമൊക്കെയാണ് ക്വസ്റ്റ്യനെയേഴ്സിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് എടുത്തു പറയാനുള്ളത്. ആൻഡ് ദിസ് ഈസ് ഓൾ അബൌട്ട് സർവേസ് ആൻഡ് ക്വസ്റ്റ്യനെയേഴ്സ്. And I think all of you got a clear cut informations about
reports and reviews. Reports, reviews, case studies and surveys. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ, ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. And study well, be happy, stay tuned. We will meet again with another topic on the next class. Until then, bye-bye.